കണ്ണൂർ മാടായിപ്പാറയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പലസ്തീൻ അനുകൂല പരിപാടിയിൽ കേസെടുത്ത പോലീസിനെ രൂക്ഷമായി വിമർശിച്ച് CPM. പലസ്തീൻ അനുകൂല പരിപാടി വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയെന്ന FIRലെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിമർശനം. തലയ്ക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ് FIRൽ ഇങ്ങനെ എഴുതിയതെന്നായിരുന്നു KK രാഗേഷിന്റെ പരിഹാസം. മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലെ ജമാഅത്തെ ഇസ്ലാമി പരിപാടിക്കെതിരെ ജനരോഷം ഉയരുന്നതിനിടെ നടത്തിയ ബഹുജന പ്രതിരോധ സദസ്സിലായിരുന്നു KK രാഗേഷിന്റെ ഈ വാക്കുകൾ. ജൈവവൈവിധ്യത്തിന്റെ കേന്ദ്രമായിട്ടുള്ള മാടായിപ്പാറയിൽ കൊണ്ടുപോയിട്ട് പ്രകടനം നടത്താൻ ആരെങ്കിലും നടത്താറുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ പ്രകടനം നടത്താറുണ്ടോ? അവിടെ പോയിട്ട് പ്രകടനം നടത്തിയ എന്തിനാ? ആ പ്രകടനം നടത്തിയത് സംബന്ധിച്ച് നമ്മുടെ ഇവിടെയുള്ള പഴയങ്ങാടി പോലീസ് കേസെടുത്തു. ആ കേസെടുത്തതിൻ്റെ അകത്ത് FIRൽ എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ഈ പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു, അത് വർഗീയ വിഭജനത്തിന് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. അതെഴുതിയ പോലീസുകാരൻ ഏതായാലും അത് തലക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ്. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. വിശദാംശങ്ങളുമായി മിഥുൻ ചേരുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മിഥുൻ. ഒന്ന്, അയ്യപ്പ സംഗമം നടത്താൻ ഇതാ നാട്ടിലെല്ലാം ഓടിക്കയറി എല്ലാവരെയും ക്ഷണിച്ച് വലിയൊരു വിശ്വാസ സംഗമവും സംരക്ഷണവുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വശത്ത് സർക്കാരിൻ്റെ അവകാശവാദം. അതിനിടെ ദേവസ്വം ഭൂമിയിൽ ഇങ്ങനൊരു അതിക്രമം, അതിന് എതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് നേരത്തെ CPM സ്വീകരിച്ചിരുന്നു, പ്രത്യേകിച്ച് UDFന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്ത സമയത്ത്. എന്നാൽ ഇപ്പോഴിതാ കണ്ണൂരിൽ മാടായിപ്പാറയിൽ എത്തുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിരെ കേസെടുത്ത പോലീസുകാരനാണ് മുഖ്യ ശത്രു. എങ്ങനെ വിലയിരുത്താം? ശ്യാമ, നമുക്കറിയാം ഇക്കഴിഞ്ഞ തിരുവോണ ദിവസമാണ് വൈകുന്നേരം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഒരു പലസ്തീൻ അനുകൂല പരിപാടി മാടായിപ്പാറയിൽ നടത്തിയത്. നമുക്കറിയാം പരിപാവനമായ സ്ഥലമാണ് മാടായിപ്പാറ. ദേവസ്വം ഭൂമിയാണ്, ക്ഷേത്രഭൂമിയാണ്. ആ ക്ഷേത്രഭൂമിയിൽ പൊതുപരിപാടികൾ നടത്താനോ മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ ഒരു പരിപാടി അവർ നടത്തിയത്. അതിനെതിരെ BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ അവിടെ ഒരു ബഹുജന പ്രതിരോധ സദസ്സ് CPM സംഘടിപ്പിച്ചത്. ആ പ്രതിരോധ സദസ്സിലാണ് ഈ അന്ന് പരിപാടി നടത്തിയ ആളുകൾക്കെതിരെ കേസെടുത്ത് ആ FIR രജിസ്റ്റർ ചെയ്ത പോലീസുകാരനെതിരെ വിമർശനവുമായി CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പലസ്തീൻ അനുകൂല പരിപാടി വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയെന്ന ആ FIRൽ ഒരു വരിയുണ്ട്. ആ വരി എഴുതി ചേർത്ത പോലീസുകാർ തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് എന്നാണ് ഈ KK രാഗേഷ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഈ KK രാഗേഷ് തന്നെ കുറെ കാലം ആ പോലീസുകാരനെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരുപാട് കാലം കൂടെ ഇരുന്നതല്ലേ? തീർച്ചയായും ശ്യാമ, അതായത് പോലീസ് ഭരിക്കുന്നത് ഇടത് സർക്കാർ തന്നെയാണ്. അതേ സർക്കാരിന്റെ ഭാഗമായ ഒരു പാർട്ടിയുടെ ജില്ലാ നേതാവ് തന്നെയാണ് ഈ തലയ്ക്ക് വെളിവില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിലൊരു FIR എഴുതിയെന്നൊരു പരിഹാസം നടത്തുന്നത്. അപ്പോൾ ഇതെന്ത് വിരോധാഭാസം എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. കാരണം FIR എഴുതിയ ആൾക്ക് എങ്ങനെയാണ് വിവരമില്ലാതിരിക്കുക അല്ലെങ്കിൽ വിവേകമില്ലാതിരിക്കുക എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ശക്തമായ നടപടി, അതായത് കൃത്യമായി സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് മാടായിപ്പാറയിൽ ഇത്തരമൊരു പരിപാടി നടത്തിയതെന്ന് പോലീസുകാർക്ക് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു FIR ഇട്ടത്. എന്നാൽ അതേ പോലീസിനെ തന്നെ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിലേക്കാണ് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വന്നിരിക്കുന്നത്. ഒറ്റ ചോദ്യം കൂടെ അവസാനമായി, എത്രത്തോളം വലിയ പ്രതിഷേധവും ജനരോഷവുമാണ് ഈ മാടായിപ്പാറയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പലസ്തീൻ അനുകൂല പരിപാടിക്കെതിരെ ഉയരുന്നത്? ശ്യാമ, തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. നമുക്കറിയാം മാടായിക്കാവ് എന്ന് പറയുന്നത് ഉത്തര മലബാറിലെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. ആ ക്ഷേത്രത്തിന്റെ ഭൂമിയാണ് മാടായിപ്പാറ എന്ന് പറയുന്നത്. അവിടെ വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്നിരിക്കാറുണ്ട്, പരസ്പരം വിഷയങ്ങൾ പറഞ്ഞ് അവിടെ സമയം ചെലവഴിക്കാറുമുണ്ട്. പക്ഷേ അവിടെ മറ്റൊരു പൊതുപരിപാടിയോ ആ മാടായിപ്പാറയുടെ പ്രകൃതി രമണീയതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള യാതൊരു പ്രവൃത്തിയോ മാലിന്യം ഇടുന്നതോ തുടങ്ങി ഒരു പരിപാടികളും നടത്താൻ പാടില്ല എന്ന് കൃത്യമായി ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്.
ആ ഉത്തരവൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥിനി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ കടന്നു വരികയും ഇത്തരത്തിലൊരു അതിക്രമ പരിപാടി അവിടെ നടത്തുകയും ചെയ്ത് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ഒരു നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി മനഃപൂർവ്വം സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന രൂക്ഷ വിമർശനം തന്നെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്.